ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ 3 എബ്രായ ബാലന്മാർ ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും അവൻ ഞങ്ങളെ വിടുവിക്കും. നെബൂഖദ്നേസർ രാജാവ് ഉണ്ടാക്കിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കാൻ പറഞ്ഞ ആഹ്വാനത്തെ തകർത്തുകൊണ്ട് അതിനെ എതിർത്തുകൊണ്ട് ഞങ്ങൾ സേവിക്കുന്ന ജീവനുള്ള ദൈവത്തെ അല്ലാതെ ഞങ്ങൾ മറ്റാരെയും ആരാധിക്കുകയില്ല, നമസ്കരിക്കുകയില്ല എന്ന് തീരുമാനമെടുത്ത 3 സഹോദരന്മാർക്ക് ശിക്ഷയായിട്ട് സാധാരണഗതിയിൽ നിന്ന് 7 മടങ്ങ് ചൂട് വർദ്ധിപ്പിച്ചൊരു തീച്ചൂളയിലേക്ക് അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തോടുകൂടെ ഇട്ടുകളയുവാൻ നെബൂഖദ്നേസർ രാജാവ് ആജ്ഞ പുറപ്പെടുവിക്കുന്നു. ഭയം കൂടാതെ തീച്ചൂളയിലേക്ക് എറിയപ്പെട്ട് ഈ സഹോദരന്മാർ അല്പസമയം കഴിഞ്ഞപ്പോൾ നെബൂഖദ്നേസർ രാജാവ് കാണുന്നത് നമ്മൾ തീച്ചൂളയിലിട്ടത് 3 പേരെയല്ലയോ, ഞാനിതാ 4 പേരെ കാണുന്നു, ഒരുവൻ ദൈവപുത്രന് തുല്യനായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തീച്ചൂളയിൽ ഈ സഹോദരന്മാരെ ഇടുവാൻ ചെന്ന ജോലിക്കാർ എരിഞ്ഞ് ചാമ്പലായിപ്പോയി. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ന്യായപ്രമാണത്തിന് വില കൊടുത്ത് കൽപ്പനകളെ ആചരിച്ച് സ്വർഗീയ പിതാവല്ലാതെ ജീവനുള്ള ദൈവമല്ലാതെ മറ്റൊരു ദൈവത്തെ ആരാധിക്കയില്ല എന്ന് തീരുമാനമെടുത്ത് തീച്ചൂളയിൽ പോകുവാനും തയ്യാറായ ഭക്തന്മാർക്ക് വേണ്ടി ഇറങ്ങി തീച്ചൂളയിൽ മുന്നമേ നിന്ന ഒരു ദൈവത്തെ നാം ഇവിടെ കാണുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ഭക്തനെ തീച്ചൂളയിലിട്ടാലും ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ഞാൻ വീഴുന്നതോ തീയിലല്ല, യേശുവിൻ കരങ്ങളിലാമെന്ന് പാട്ടുകാരൻ പറഞ്ഞിരിക്കുന്നത് പോലെ യേശുവിൻ്റെ കരങ്ങളിലാണ് ആ ഭക്തൻ വീഴുന്നത്. അല്പസമയം കഴിഞ്ഞ് നെബൂഖദ്നേസർ ചൂടുപിടിച്ച് കിടക്കുന്ന തീച്ചൂളയുടെ അടുക്കലേക്ക് കടന്നു എന്ന് സഹോദരന്മാർ പുറത്തു വരുവാൻ കൽപ്പിച്ചു. 3 സഹോദരന്മാർ ഒരു കേടും പറ്റാതെ പുറത്തു വന്നപ്പോൾ അന്നുവരെ നെബൂഖദ്നേസർ എടുത്തിരുന്ന തീരുമാനപ്രകാരം സ്വർണ്ണബിംബത്തെ ആരാധിക്കണം, നമസ്കരിക്കണം എന്ന് പറഞ്ഞതായ തീരുമാനത്തെ, ആ പറഞ്ഞതായ നിയമത്തെ മാറ്റി ഇനിയും ശദ്രക്ക് മേശക്ക് അബേദ്നെഗോം എന്ന 3 എബ്രായ ബാലന്മാരുടെ ദൈവത്തെ അല്ലാതെ മറ്റാരെയും ആരും നമസ്കരിക്കാൻ പാടില്ല എന്ന് ഒരു വലിയ തീരുമാനം. അങ്ങനെ ചെയ്താൽ അവരെ ഞാൻ കുപ്പക്കുന്നാക്കി കളയുമെന്നുള്ള ഒരു വലിയ ആജ്ഞ പുറപ്പെടുവിപ്പാനിടയായി തീർന്നു. ഭക്തന്മാർ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ തീച്ചൂള പോലെയുള്ള അനുഭവങ്ങൾ കയറി വരും. പ്രിയപ്പെട്ടവരെ, തീച്ചൂളയിൽ കൂടി എന്ന പോലെ പോകേണ്ടി വരും. എന്നാൽ സർവശക്തനായ ദൈവം തൻ്റെ ഭക്തന്മാരെ ഉള്ളങ്കരങ്ങളിൽ വരച്ചിരിക്കുന്നു. നാം തീച്ചൂളയിൽ കൂടി പോകേണ്ടി വന്നാലും, ഏത് തകർച്ചയിൽ കൂടി പോകേണ്ടി വന്നാലും ദൈവം നമ്മുടെ പാതകളെ അറിയുന്നു. ഒരിക്കലും ദൈവമറിയാതെ തൻ്റെ ഭക്തന്മാർക്ക് അവരുടെ തലയിൽ നിന്നൊരു മുടി പോലും പൊഴിഞ്ഞു പോകുവാൻ ദൈവം അനുവദിക്കുന്നില്ല. അതൊക്കെയും നിന്റെ തലയിലെ മുടികൾ ദൈവം എണ്ണിയിരിക്കുന്നു. ഇന്ന് രാവിലെ സമയം ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, എന്തെന്നിനാലൊക്കെയോ വേദനപ്പെട്ട് തീച്ചൂള പോലെ ആയിരിക്കുന്ന ഈ അനുഭവത്തിൽ, അതേ ഞാൻ വേദനപ്പെട്ട് തകർന്നിരിക്കുന്നു എന്ന് പറയുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നീ തീച്ചൂളയിലല്ല, ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. കർത്താവിന് വേണ്ടി വിശുദ്ധിയോടെ ജീവിക്കുന്ന, ദൈവകൽപ്പന പ്രകാരം ജീവിക്കുന്ന, ന്യായപ്രമാണത്തെ അനുസരിക്കുന്ന, കൽപ്പനകളെ പ്രമാണിക്കുന്ന, ഉപദേശങ്ങളിൽ നിലനിൽക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ജീവിതം എപ്പോഴും യേശുവിൻ്റെ കരങ്ങളിലാണ്. മനുഷ്യർ നോക്കുമ്പോൾ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നു എന്ന് തോന്നുന്നു. നമുക്ക് തന്നെ നാം കഷ്ടതയിലായിപ്പോയോ എന്ന് തോന്നുന്നു. ഇല്ല പ്രിയരെ, നാം കഷ്ടതയിലല്ല. ഈ കഷ്ടതയുടെ ശോധനയിൽ കൂടെ, അതെ, ഒരു സ്വർണം തട്ടാൻ ഉരുക്കി പുറത്തു കൊണ്ടുവരുന്നത് പോലെ ശോഭയേറിയ ഒരു സ്വർണമായി, ശോഭയേറിയ ഒരു അനുഭവമായി നാം പുറത്തു വരുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാവിലെ സമയം നമ്മോട് സംസാരിക്കുക. ആകയാൽ ഈ കഷ്ടത കണ്ട് പതറിടല്ലേ, ഈ കണ്ണുനീരിൽ നിങ്ങൾ വീണു പോകരുതേ. ഈ കഷ്ടതയും കണ്ണീരും മാറി ഒരു ശുഭദിനം നമുക്ക് ആഗതമാകുമെന്ന് ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുന്നു. നമ്മുടെ ജീവിതം കഷ്ടതയിലായിപ്പോയി, കണ്ണുനീരിലായി, ഇനി എനിക്ക് എപ്പോഴൊരു വിടുതലെന്നോർത്ത് നോക്കിയിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയും, നിങ്ങൾ ദൈവ പൈതലെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടല്ലോ. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിലെ കഷ്ടത നിമിഷ നേരത്തേക്ക് അത് നൈമിഷികമാണ്. എന്നാൽ ദൈവത്തിൻ്റെ പ്രസാദമോ അത് ജീവപര്യന്തമുള്ളത്. കഷ്ടതയും പ്രതികൂലവും നൈമിഷികമത്രേ, എന്നാൽ ദൈവീയ സമാധാനവും ദൈവത്തിൻ്റെ പ്രസാദവും ജീവപര്യന്തമുള്ളത്.
കഷ്ടതയിൽ കൂടെ കടക്കാതെ, ശോധനയിൽ കൂടെ കടക്കാതെ നാം ആരെന്ന് സാത്താൻ്റെ മുമ്പിൽ തെളിയിച്ചു കൊടുക്കണം. മനുഷ്യരുടെ മുമ്പിൽ തെളിയിച്ചു കൊടുക്കണം. ദൈവത്തിന് ഉറപ്പ് വരുത്തണം. നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടത നമ്മളെ തകർത്തുവോ? എത്രയോ ഭക്തന്മാർ കഷ്ടതയിൽ കൂടെ പോയി. പ്രിയപ്പെട്ടവരെ, ഇയ്യോബിൻ്റെ ജീവിതം എത്ര വലിയ ഒരു കഷ്ടതയുടെയും പ്രതികൂലത്തിൻ്റെയും തീച്ചൂളയുടെയും മധ്യത്തിലായിരുന്നു. ദൈവമോ അവനെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവന്നു. നഷ്ടമായതെല്ലാം മടക്കി ഇരട്ടിയായി ലഭിപ്പാനിടയായി തീർന്നു. ആകയാൽ ഇന്ന് രാവിലെ സമയം ദൈവാത്മാവ് നമ്മെ ഉറപ്പിക്കുന്നു, തീച്ചൂളുടെ മധ്യത്തിൽ നീ കിടന്നാലും അവിടെയും നിന്നെ താങ്ങുന്നൊരു ദൈവം നിന്നോട് കൂടെയുണ്ട് എന്ന് ദൈവാത്മാവ് ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞുറപ്പിക്കുകയാണ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൽ തന്നെ ആശ്രയിക്കണം. തീച്ചൂളയോ സിംഹക്കുഴിയോ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ എത്ര വലിയ പ്രതികൂലമായിരുന്നാലും അതിൻ്റെ മധ്യത്തിൽ നമ്മെ മാനിക്കുന്ന ഒരു ദൈവം, നമ്മെ താങ്ങി നടത്തുന്ന ഒരു ദൈവം, ഉള്ളങ്കരങ്ങളിൽ വരയ്ക്കുന്ന ഒരു ദൈവം നിനക്കായി ജീവിക്കുന്നു എന്ന് ഒരു പ്രാവശ്യം കൂടെ ഉറച്ചിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാ പ്രബോധിപ്പിച്ചുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.